ഹലോ എന്തല്ല എല്ലാവർക്കും സുഖല്ലേ? പറഞ്ഞു വിഷുദാ ഇങ്ങെത്തി. ഈ വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഈത്തപ്പഴം പൈനാപ്പിൾ പച്ചടി ആയിട്ടാണേ വന്നേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പച്ചടിയാണേ. ഇതിന്റെ താളിപ്പ് ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഈത്തപ്പഴം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് പൈനാപ്പിളിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എത്രയാണോ പൈനാപ്പിൾ എടുക്കുന്നത് അതിന്റെ കാൽ ഭാഗം ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് രണ്ടായി പിളർന്നിടാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിലിട്ട് വേവിച്ചാലും മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇനി ഇത് നല്ലോണം വെന്ത് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇട്ടിട്ട് അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം. പൈനാപ്പിളും ഈത്തപ്പഴവും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് കുറച്ചും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച അരപ്പ് ചേർക്കാം. ഞാൻ അധികം ലൂസ് അല്ലാത്ത പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ ഈ തേങ്ങേന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഈ പൈനാപ്പിളിലേക്ക് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചിട്ടൊന്ന് വേവിക്കാം. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം. ചൂടൊന്ന് കുറഞ്ഞിട്ടാകുമ്പോൾ ഒരു അരക്കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാന്നേ. തൈര് ഇനി നല്ലോണം ഇതിൽ മിക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ താളിപ്പാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്ന. നമ്മൾ വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ച് അതിൽ കടു പൊട്ടിച്ച് വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് അതിന് ഈ പച്ചടിയിലേക്ക് ചേർത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഈന്തപ്പഴം പച്ചടി റെഡിയാണ്. മധുര പച്ചടികൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.